ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് നമ്മളുടെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഇന്ന് ഒരു ഇഫ്താർ പാർട്ടി വെച്ചേക്കാണ്. അപ്പോൾ താത്ത, അളിയൻ, പിന്നെ ഷിയാസ് അളിയൻ ഫാമിലി അവരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ആ ഡേ. അപ്പോൾ നോമ്പിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇന്ന് ഉണ്ടാക്കണം എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ബേബി എല്ലാവരോടും ഹായ് പറ. ഹായ് പറ. ഹായ്. ഹലോ, ഹൗ ആർ യു? ഞാനും എല്ലാ സാധനങ്ങളും മസാല ഒക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഇനിയും കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ലേസി ക്യാറ്റ് കേക്ക് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇക്കൊന്നൊരു സർപ്രൈസ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ ഇന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. താത്തയും നിഷത്തൊക്കെ നേരത്തോടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് 3 തരം പൊരികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3ൻ്റെയും ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ മസാല ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ റെഡിയാക്കണ പരിപാടികൾ, പിന്നെ അത് പൊരിക്കണം, അങ്ങനത്തെ കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് ഇനിയും ടൈമൊക്കെ ഉള്ളതുകൊണ്ട് മെല്ലെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പണികളൊക്കെ ചെയ്യാണ്. പിന്നെ ഞാൻ ആ ലേസി ക്യാറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരൊക്കെ ആ വീഡിയോ പോയി കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള. താത്ത ഡ്രസ് എടുത്തില്ലേ പെരുന്നാളിന്? എന്തെടുത്ത്? എന്ത് കളറാ? പീച്ച് കളർ. ഞങ്ങളെ കോഡ് എന്താണെന്നറിയോ? മെറൂണും പിന്നെ ഒരു ക്രീമും മിക്സ്. നിങ്ങൾ കോഡൊക്കെ റുവാക്ക് ആ ഡ്രസ് ആ കളർ ഉണ്ട്. റുവാക്ക് രണ്ടും കൂടി മിക്സ്. ഇതൊരു വെറൈറ്റി, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവണ പോലത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സാൻഡ്വിച്ച് അല്ല, ഇതൊരു മിനി പിസ്സ എന്നൊക്കെ പറയാം നമുക്ക്. മിനി ബ്രെഡ് പിസ്സ. വേറെന്തൊക്കെയാണെന്നറിയോ? സമൂസ, ചിക്കൻ സമൂസ, പിന്നെ അതെ ചമ്മന്തി വെച്ചിട്ടുള്ള എഗ് ബജി, ഗ്രീൻ കളർ ചമ്മന്തി വെച്ചിട്ട്. ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ. നമ്മളപ്പോൾ അവിടെ ഇരുന്ന് മെയിൻ പണികളൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. പൊരിക്കലും വെള്ളം കലക്കലും പിന്നെന്താ ഫ്രൂട്ട്സ് മുറിക്കുക, അങ്ങനെ കുറച്ച് പണികൾ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ നമ്മളുടെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആവാനായി. അപ്പോൾ നമ്മൾ ടേബിളിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് റൂമിലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ്, പൊരിച്ച ഐറ്റംസ്, ജ്യൂസ്, പിന്നെ നമ്മളുടെ ലേസി ക്യാറ്റ് കേക്ക് ഒക്കെ റെഡിയാണ്. പിന്നെ ഇക്കു ഗ്ലാസ്സിൽ കലക്കിയ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിലത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എല്ലാവരും നോമ്പ് തുറക്കണ ഫുഡ് കഴിക്കണമൊക്കെ ബിസിയാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തില്ല. നോമ്പ് തുറക്കൽ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഒരു ചായ കുടിക്കണ പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഹബീബിനൊക്കെ കളിപ്പിക്കുന്നുണ്ട്. വർത്താനം പറ. ഹായ്. മിൽക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഓരോരോ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഇതിനി നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. ആനിവേഴ്സറി സ്പെഷ്യൽ കേക്ക്. പോവാ.
എല്ലാവരും കുറച്ച് ടൈം റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചിക്കൻ മന്തിയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താത്ത ഫുഡൊക്കെ വിളമ്പണുണ്ട് എല്ലാവർക്കും ഉള്ള. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഇരിക്കല്ലേ ഒരു സാധനം കൂടി ഉണ്ട്. അറിയില്ല അപ്പളെ ഇങ്ങോട്ട് വരാന്നത്. ഹാപ്പി ആനിവേഴ്സറി. അൺബോക്സിങ് ഞാൻ നല്ല വൃത്തികേടായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഒട്ടനുണ്ടായിരുന്നു ഇതിലേക്ക്. ഫുള്ളായിട്ട് കാണിക്കണ്ട. ഈ ഡ്രസ്സല്ലേ പെരുന്നാളിന് നമ്മള്. അപ്പൊ ഞാൻ പെരുന്നാൾ ഡ്രസ്സ് എടുക്കണ്ടല്ലേ? പെരുന്നാളല്ല വരാനുള്ളത്, പെരുന്നാൾ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ തന്നത്. അപ്പൊ ഞാൻ ആനിവേഴ്സറി ഗിഫ്റ്റ് എടുക്കാം. പാൻറ്റും ഉണ്ടല്ലേ? ബ്ലാക്ക് ആണ് വാങ്ങിച്ചത്. കുഴപ്പമില്ല. ഇല്ല, ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്, പക്ഷെ ഇതിന് മാച്ചിങ് ആയിരിക്കും. ഗിഫ്റ്റ് ഇക്കന് ഇഷ്ടമായിട്ടുണ്ട്. നിക്ക് തന്ന ഗിഫ്റ്റ് അതൊന്നിട്ട് ഇത് കണ്ടാൽ തന്നെ എനിക്കും അടിപൊളിയായിട്ട് പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ പോലെ അല്ല, നിക്ക് പാക്ക് ചെയ്തതാ അവിടുന്ന് പാക്ക് ചെയ്യിപ്പിച്ചത്. ഞാൻ വേറെ ആളെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിച്ചതാ. ഇത് ഡ്രസ് തന്നെയാണെന്ന് അറിയാം. ഇങ്ങനത്തെ പാക്കിങ്ങിൽ ഡ്രസ് തന്നെ ആയിരിക്കും. എങ്ങനത്തെ ഡ്രസ് ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഡ്രസ്സാന്ന് പറഞ്ഞല്ലോ, ഗൗൺ പോലത്തെ ഡ്രസ് ആയിരിക്കും, മറ്റേ ഫുൾ ഡ്രസ്. എപ്പോഴെല്ലാം ബർത്ത്ഡേക്ക് അങ്ങനത്തെ ഡ്രസ്സാണ്. ഇത് ഈദ് ഡ്രസ്സാണോ? പെരുന്നാൾക്ക് തന്നെ ഡ്രസ്സാണ്. പെരുന്നാൾക്ക് പുറത്തു പോകുമ്പോടാ. എൻ്റെ ഇല്ലാത്ത ടൈപ്പ് ഉണ്ടോ? ഇല്ലാത്ത പോലത്തെ ഒരു മോഡൽ. എന്താ കോട്ട് സെറ്റാ? പാന്റും നല്ല ഭംഗിയുണ്ട്. കുറച്ച് ലെങ്ത് ഒക്കെ ഉള്ള പോലത്തെ മോഡൽ. താഴത്തെ ഭാഗം കണ്ടപ്പോൾ ഇഷ്ടമായി ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. എൻ്റെത് ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഈ ഡ്രസ്സ് ഇതിനിട്ടിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി ഏത് ഡ്രസ്സാണ്. ഇത് മാത്രമുള്ള ഗിഫ്റ്റ്? വേറൊരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ സാധനം കറക്റ്റ് ടൈമിൽ എത്തിയില്ല. എന്താ കിട്ടാ അറിയില്ല. വെയിറ്റിംഗ്. എന്താ ഗിഫ്റ്റ്? 25-ാം തീയതി ആകുമ്പോ വരും, 26-ാം തീയതി ആകുമ്പോ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം. എന്താ സാധനം എന്ന് പറ. അതിനിപ്പോ വരുമ്പോ കാണാം. ഞാൻ ശരിക്കും ഗിഫ്റ്റ് കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യാൻ വിചാരിച്ചത് അവരൊക്കെ ഉള്ള ടൈമിലാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് വേഗം പോയിട്ട് ഗിഫ്റ്റ് എടുത്തിട്ട് വരാന്ന് വിചാരിച്ചു. ഞാനും അതേട്ടാ, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ പള്ളിക്കൊക്കെ പോകണ്ടേ, തറാവീഹ് നിസ്കരിക്കാൻ. ഞാനും പിന്നെ അത് വിട്ടുപോയി. മോള് കരച്ചിലായിരുന്നു. അങ്ങനെ ഇതായിട്ട് വിട്ടുപോയതാണ്. എന്നിട്ട് ഇപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് ആലോചിച്ച് ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ. ഇപ്പൊ ആണെങ്കിൽ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കും. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ടൈമിൽ അവന് കൊണ്ടുവരാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ എടുത്തു. ഞാൻ ഗിഫ്റ്റ് തരുന്ന അറിയായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കിയിട്ടും ഡ്രോയിങ് ചെയ്തിട്ടും അങ്ങനൊക്കെ ഒരു എക്സ്ട്രാ ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ബേബിയുള്ള അപ്പൊ ഇപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി വെറൈറ്റി ഗിഫ്റ്റ് ഒക്കെ എനിക്ക് അടുത്ത പ്രാവശ്യം നല്ല കസ്റ്റമർ
വാല്യൂബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് തരാം. അതിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നമ്മള് വാച്ച് അവേഴ്സ് ഇങ്ങനെ 4000 എത്തിയില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കാണണം, നല്ല നമുക്ക് വാച്ച് അവേഴ്സ് കേറുള്ളൂ. അപ്പോ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് ഡ്രസ്സ് അല്ലാണ്ട് വേറൊരു ഗിഫ്റ്റ് കൂടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ട്, പക്ഷെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. അത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അത് ഈ ഒരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണ്. അപ്പോൾ അത് വന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അതും കൂടിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻവോൾവ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5 ഞാൻ പ്രത്യേകിച്ചും കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളിത് ട്രെൻഡിയോളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെൻഡിയോളിൽ നിന്ന് നല്ലൊരു ഓഫറിന് തന്നെയാണ് നമുക്കിത് കിട്ടിയത്. ഒരുപാട് നല്ല നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ.